നമ്മുടെ ചാരിയാണെങ്കിലുണ്ടല്ലോ ഒത്തിരി അഹങ്കരിച്ച് എന്താ പറയുന്നത്, അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിന്നിരുന്ന ശാരി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ടെൻഷനിലാണ് നമ്മുടെ ശാരി. അപ്പോൾ ഈ ശാരിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ സരയു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശാരി ചെന്നിട്ട് സരയുവിന് ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ സരയു ചോദിക്കണം, അമ്മ കുറച്ച് മുമ്പല്ലേ ജ്യൂസ് കൊണ്ട് തന്നത്, ഇതെന്താ വീണ്ടും ജ്യൂസ്? എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയേ? അല്ല മോളെ, നീ ഇതുകൂടി കുടിക്ക്, ഒന്നുമില്ലേലും വയറ്റിലൊരു കുഞ്ഞ് കിടക്കുന്നതല്ലേ. അമ്മേ, അധികമായ അമൃതും വിഷമാണെന്നല്ലേ പറയുന്നത്, വേണ്ടിയിരുന്നില്ല. മനുവേട്ടൻ വന്നില്ലല്ലോ അമ്മേ, മനുവേട്ടൻ വന്നിരുന്നെങ്കിൽ ഇതിൽ കുറച്ച് ജ്യൂസ് മനുവേട്ടനോടി കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ സരയു വേണ്ടാതെ ഇരുന്ന് ജ്യൂസ് കുടിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ നമ്മുടെ ശാരി ചോദിക്കുകയാണ്, മോളെ മനുമോനെ കണ്ടിട്ട് കുറച്ച് സമയമായല്ലോ, കുറേ നേരം ആയല്ലോ മനുമോൻ പോയിട്ട്, മനുമോൻ ഇത് എങ്ങോട്ടായി പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശാരി പറയണ, അമ്മേ, മനുവേട്ടൻ ഇപ്പോൾ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ട് കുറേ നാളായില്ലേ, അതോടുകൂടി മനുവേട്ടൻ്റെ വിദേശത്തുള്ള ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരികയാണ്. ഇപ്പോൾ ഇവിടെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ വെച്ചിട്ടാണ് അവർ തമ്മിൽ ഓരോരോ ഡീലൊക്കെ ഉറപ്പിക്കുന്നത്. ഇന്ന് മനുവേട്ടൻ റഷ്യയിൽ നിന്ന് വന്ന കുറച്ച് പേരെയും കൊണ്ടിട്ട് ഒരു 5 സ്റ്റാറോ 7 സ്റ്റാറോ ഹോട്ടലിലാണുള്ളത്. മനുവേട്ടൻ നമ്മളെ കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തിരക്കട്ടെ അമ്മേ, 7 സ്റ്റാറിലാണെങ്കിൽ അമ്മയും ഞാനും കൂടിയൊക്കെ പോവാം, അച്ഛനെ എന്തായാലും കൊണ്ടുപോകണ്ട എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സരയു. അപ്പോൾ നമ്മുടെ എന്നിട്ട് സരയു അമ്മയോട് ചോദിക്കണം, അമ്മേ, അച്ഛൻ ഇതെന്താ അമ്മേ പറ്റിയത്? അച്ഛനിപ്പോൾ മനുവേട്ടനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, എന്താ ഇതിങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി പറയണം, മോളെ, നിൻ്റെ അച്ഛനിപ്പം വട്ടായിപ്പോയി, ഇപ്പോൾ അങ്ങേരെ ഇനി നമുക്ക് ഒരു തരത്തിലും ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഏത് സമയമാണ് നിൻ്റെ അച്ഛൻ ആക്രമിക്കുന്നതെന്നുള്ള ആ ഒരു ടെൻഷനിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കിച്ചണിനകത്ത് കൊടുവാളും അതുപോലെ വെട്ടുകത്തിയൊക്കെ എടുത്ത് ഒളിപ്പിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം വട്ടായിപ്പോയ മനുഷ്യനല്ലേ, എന്ത് സംഭവിക്കാമല്ലോ. അതുമാത്രമല്ല, ഇത്രയും വലിയ ശരീരവും അതിനകത്ത് ഇത്രയും വലിയൊരു തലയൊക്കെ ഉള്ള മനുഷ്യനാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പോൾ ആ തലയ്ക്കകത്ത് മുഴുവനും കളിമണ്ണായിരിക്കുകയാണ്, തലച്ചോറൊക്കെ പോയി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ശാരി പറയുകയാണ്. അതിനുശേഷം പിന്നീട് നമ്മുടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ രാഹുലിൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാത്രിയിലാണ്, ശാരി മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ രാഹുൽ പറയുകയാണ്, ശാരി കുടിക്കാൻ ഒരു ഗ്ലാസ് പാൽ വേണം, ഉറക്കം കുറച്ച് കുറവാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശാരി പറയണം, നിങ്ങൾക്ക് പാലല്ല ഞാൻ തരാൻ പോണത്, കുറച്ച് തേനും വയമ്പും എല്ലാം കൂടി എടുത്ത് കാച്ചി കുറുക്കി അങ്ങോട്ട് അണ്ണാക്കിലോട്ട് ഒഴിച്ചു തരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രാഹുൽ ചോദിക്കണം, ഇപ്പോൾ എന്താ ശാരി നിനക്ക് ഇത്ര ദേഷ്യം വരാൻ കാരണം? നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാണല്ലോ പെരുമാറുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ശാരി പറയണം, ചിലതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, അതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് കണക്ക് വന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ആയിട്ട് പറയുകയാണ് നമ്മുടെ ശാരി. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മനോഹറിലേക്ക് പോവുകയാണ് അവരുടെ സംസാരം. അപ്പോൾ നമ്മുടെ രാഹുൽ പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂടി തലയിലേറ്റി കൊണ്ട് കിടക്കുന്ന ഒരുത്തനില്ലേ, അവനെക്കുറിച്ച് പറയാതിരിക്കുക നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ ശാരി പറയാണ്, നിങ്ങളെൻ്റെ മനുമോനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ഇനി അവസാനത്തെ പ്രതീക്ഷ എൻ്റെ മനുമോനും മോളും മാത്രമാണ്. വയസ്സാം കാലത്ത് അവരുടെ കൂടെ അമേരിക്കയിലോ ലണ്ടനിലോ പോയിട്ട് അവിടെ പേരക്കുട്ടിയെ നോക്കി ജീവിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങളെന്തെങ്കിലും കൊനസ്റ്റ് പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ശാരി. അപ്പോൾ നമ്മുടെ രാഹുൽ പറയണം, നടന്നത് കണക്കി തന്നെ, അവനൊരു തേങ്ങാക്കൊലയും ഇല്ല, ഇത് വല്ലതും ഇവക്കൊക്കെ അറിയാമോ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് നമ്മുടെ രാഹുൽ. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയു ചെന്നിട്ട് തുറന്നു കൊടുക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ മനോഹറാണ്. അപ്പോൾ സരയു ചോദിക്കുകയാണ്, മനുവേട്ട ഇത്രയും നേരം എവിടെയായിരുന്നു മനുവേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ഫോൺ ഓഫാക്കി വെച്ചിരുന്നത് എന്തിനാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയുകയാണ്, അത് മോള് ഓഫാക്കി വെച്ചിരുന്നത് വേറൊന്നും കൊണ്ടല്ല, കുറേ കൺട്രീസിൽ നിന്ന് ആളുകൾ വന്നിരുന്നു, വ്യത്യസ്തമായ കൺട്രീസിൽ നിന്നൊക്കെയാണ് വന്നത്. അവരുമായിട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ കോള് വന്ന ബുദ്ധിമുട്ടാണല്ലോ,
വരുമല്ലോ, അതുകൊണ്ട് എടുത്ത് ഓഫാക്കി വെച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സരയു ചോദിക്കുകയാണ്, ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ് മനുവേട്ട ആളുകൾ ഇങ്ങനെ വന്നത്? ഓ അതോ മോളോ, അത് റഷ്യയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടേക്ക് നമ്മുടെ രാഹുൽ ഇറങ്ങി വരികയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കണം, പറ പിന്നെ ഏതൊക്കെ രാജ്യത്തു നിന്നാടാ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് മനോഹർ പറയുകയാണ്, അത് അത് എന്ന് പറഞ്ഞിങ്ങനെ അത് പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സരയു പറയുകയാണ്, എൻ്റെ മനുവേട്ടാ, അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒരു ജോലിയില്ല, ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കുന്നതുകൊണ്ടുള്ള അസൂയ കൊണ്ടാണ് മനുവേട്ടനെ പറ്റിയിട്ട് അച്ഛൻ ഇങ്ങനെ ഓരോ അപവാദങ്ങൾ പറയുന്നത്. അപ്പോൾ മനുവേട്ടൻ ഒരു കാര്യം ചെയ്യും, മനുവേട്ടൻ്റെ ഏതെങ്കിലും 1-2 കൺട്രീസിലെ ജോലിയെ അച്ഛനെ ഏൽപ്പിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കണം, പറയടാ, ഏത് കൺട്രീസിലെ ജോലിയാണ് നീ എന്നെ ഏൽപ്പിക്കാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയുകയാണ്, അത് നിൻ്റെ അച്ഛന് പറ്റിയതേ ഉഗാണ്ടയിലെ ജോലിയാണ്. ഉഗാണ്ടയിലും ഉണ്ടോ നിനക്ക് ബിസിനസ്സൊക്കെ എന്നിങ്ങനെ രാഹുൽ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ പറയണം, പിന്നെ ഉഗാണ്ടയിലൊക്കെ എനിക്ക് ഒത്തിരി 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 ബിസിനസ്സുണ്ട്, ഏക്കർ കണക്കിന് പാട്ടകൃഷിയാണ് ഞാൻ അവിടെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സരയു ചോദിക്കുകയാണ്, ഉഗാണ്ടയിൽ പാട്ടകൃഷിയൊക്കെ ചെയ്യത്തുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറയാണ്, പിന്നെ ഇല്ലാതെ ഇഷ്ടം പോലെ പാട്ടകൃഷി ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയണം. അവിടെ എനിക്ക് കാഷ്യൂനട്ടിൻ്റെ ബിസിനസ്സാണ് ഉള്ളത്. അവിടെ ഒരുപാട് ഏക്കർ കണക്കിന് വസ്തു ഇങ്ങനെ വാങ്ങിച്ചിട്ട് അവിടെ മുഴുവനും പറങ്കിമാവ് നട്ടു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബിസിനസ്സൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മന്ദബുദ്ധിയായ സരയുവിനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനോഹർ. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ രാഹുൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മനോഹറിൻ്റെ കള്ളത്തരങ്ങൾ വല്ലതും വിളിച്ച് പറയുമെന്ന് വിചാരിച്ചിട്ട് മനോഹർ ഉടനെ പറയുകയാണ്, ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമാണ്, ആകാശത്ത് നോക്കുമ്പോൾ താര എന്നിങ്ങനെ പറയണേ. താരയോ? അതെ, താരകങ്ങൾ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ ഇങ്ങനെ പത്തിമടക്കി ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ പിറ്റേന്നാണ് കാണിക്കുന്നത്. പിറ്റേന്ന് നമ്മുടെ ശാരി അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിയായിട്ട് രാവിലെ ഇറങ്ങുകയാണ്. പക്ഷേ സുന്ദരിയായിട്ടാണെങ്കിലും പുള്ളിക്കാരത്തിയുടെ മുഖത്തൊക്കെ നല്ല സങ്കടമൊക്കെ ഉണ്ട്. എന്നത്തെയും പോലെ ഒരുപാട് അട്ടിയിലും കുട്ടിയിലൊന്നും വാരി ഇട്ടിട്ടൊന്നുമില്ല, കൊച്ചു കൊച്ചു കമ്മലും കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരത്തി ഇട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്തിന് നമ്മുടെ രാഹുൽ ചോദിക്കുകയാണ്, അല്ല ശാരി, നീ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതൊന്നും അതേക്കുറിച്ചൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കണ്ട എന്ന് പറയാണ്. നീ എന്താ ശാരി തലമുടിയൊക്കെ നന്നായിട്ട് ചീകി വെക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശാരി ഇങ്ങോട്ട് നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളെന്നെ കൊണ്ട് മുടിയൊന്നും ചീകിപ്പിച്ച് വെക്കരുത്, ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ, നിങ്ങൾ പോയിട്ട് വരുമ്പോഴുണ്ടല്ലോ രണ്ടിലൊന്നും അറിയാൻ പറ്റും എന്നിങ്ങനെ പറയണേ. എന്താ ശാരി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ശാരി പറയണം, അതേക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാരി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ശാരി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മനോഹറും അതുപോലെ തന്നെ നമ്മുടെ സരയും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി പറയുകയാണ്, മോളെ, അമ്മ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ അമ്മ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശാരി പറയുകയാണ്, അമ്മ പോയിട്ട് വരാം മോളെ, പോയിട്ട് വന്നതിന് ശേഷം സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ മനോഹർ ചോദിക്കുകയാണ്, ആൻറ്റിയുടെ മുഖത്ത് എന്താ ഒരു സങ്കടം ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി പറയുകയാണ്, ഇല്ല മനുവനെ, ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ ക്ഷേത്രത്തിൽ പോവുകയാണ് എന്നിങ്ങനെ പറയുന്നു. അതിനുശേഷം പോകാനായിട്ട് ഇങ്ങനെ വാതിലിൻ്റെ അവിടം വരെ വന്നിട്ട് ശാരി തിരിഞ്ഞു നോക്കുമ്പോൾ സരയുവിനെ കാണുമ്പോൾ വല്ലാണ്ട് സങ്കടം വരികയാണ്. അങ്ങനെ ശാരി സരയുവിൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. എന്നിട്ട് സരയുവിനെ ഇങ്ങനെ പിടിച്ചങ്ങ് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് അപ്പോൾ ഉടനെ നമ്മുടെ സരയു ചോദിക്കണം, അമ്മ എന്തിനാ അമ്മയെ കരയുന്നത്, എന്താ അമ്മയ്ക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി പറയുന്നത്, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല, അമ്മ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ്, മോക്ക് വേണ്ടിയിട്ട്, വയറ്റിൽ ജനിക്കുന്ന പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് പൂജകളൊക്കെ നടത്താനായിട്ട് പോവുകയാണ്. എന്തായാലും അമ്മ പോയിട്ട് വരട്ടെ, അപ്പോഴത്തേക്ക് രണ്ടിലൊന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാരി ഇങ്ങോട്ട് നടക്കുകയാണ്. നടക്കുന്ന സമയത്തിന് തന്നെ ശാരി മനസ്സിലാക്കി
മനസ്സിൽ വിചാരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ മോള് തന്നെയാണ് എൻ്റെ സരയു. ഇനി അതിന് അവകാശമായിട്ട് താര വന്നാലും ആര് വന്നാലും എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വേണം എങ്ങനെയെങ്കിലും മനുമോനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ. അല്ലെങ്കിൽ താര കേസ് കൊടുത്ത് എൻ്റെ മോളെ സ്വന്തമാക്കാനായിട്ട് നോക്കും. ഇനി ഞാൻ പ്രസവിച്ചതാണെങ്കിലും അല്ലെങ്കിലും സരയു എൻ്റേത് മാത്രമാണ്, ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ശാരി പോവുകയാണ്. അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ്. എപ്പിസോഡ് കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും മനോഹറിൻ്റെ കൂടെ നമ്മുടെ സരയു പറയുന്നുണ്ട്, മനുവേട്ട അമ്മയ്ക്ക് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്, അത് ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനോഹർ പറയുകയാണ്, ആ മോളു എന്തായാലും അതൊക്കെ മാറും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എപ്പിസോഡ് തീരുകയാണ്. അത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ഒന്ന് ചുരുക്കി, വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. 10 മിനിറ്റ് മാത്രമല്ലേ ഉള്ളൂ. അത്രയ്ക്ക് ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി വലിച്ചു നീട്ടാതെ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസൊക്കെ എനിക്ക് അപ്പോഴായിട്ട് കിട്ടുക. എനിക്കല്ല, നിങ്ങൾക്ക് കിട്ടുക. ആകെ പോടെ കിളി പോയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 11:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്തായതുകൊണ്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ആകെ കിളി പോയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.